ദുരിതം പമ്പയിലേക്ക് മറ്റിടങ്ങളിൽ ആശ്വാസം. ഇന്നലെ മാതൃഭൂമി ഇതിന് പ്രത്യേക എഡിറ്റോറിയൽ എഴുതിയിരുന്നു. ഒരു വ്യാജ വാർത്ത പ്രചരിക്കുന്ന ഒരു ഘട്ടമുണ്ടായി. അതിലൊരു കുട്ടി അച്ഛൻ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്ത് കരഞ്ഞതിനെ തെറ്റായി പ്രചരിപ്പിച്ചു. ഇന്ന് അങ്ങയുടെ ജില്ലയിൽ കോൺഗ്രസ് ഒരു പ്രതിഷേധ ഭജന നടത്തുന്നുണ്ട്. ആ വാർത്ത ഉദ്ധരിച്ചു. അതാണ് നമ്മൾ അതിൽ നിന്ന് കാര്യങ്ങൾ ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. ഈ വ്യാജ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ ഉപയോഗിച്ച് ആദ്യം പ്രചരിപ്പിച്ചു. പിന്നെ ആ വാർത്ത ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. ഇതിൽ നിന്ന് വ്യക്തമാവുന്ന കാര്യം എന്താണ്? വാർത്തയുടെ പ്രഭവ കേന്ദ്രം ഏതാണ് എന്നതാണ്. വാർത്തയുടെ പ്രഭവ കേന്ദ്രം കോൺഗ്രസ് ഇപ്പോൾ നിയോഗിച്ചിട്ടുള്ള PR ഏജൻസിയാണ് എന്ന് വേണം അനുമാനിക്കാൻ. അവർ സൃഷ്ടിക്കുന്ന ഒരു വാർത്ത അവർ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ അതിന് ഒരു ആധികാരികതയും വിശ്വാസ്യതയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് വ്യാജമാണെന്ന് വളരെ പെട്ടെന്ന് പൊളിയുന്നു, തിരിച്ചറിയുന്നു. വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷവും ഈ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും അത് പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു. നിങ്ങളെ ഞാനത് അഭിനന്ദിക്കുന്നു. ഇത് വ്യാജമാണ് എന്ന് റിപ്പോർട്ട് ചെയ്തതിൽ. മറ്റേതെങ്കിലും മാധ്യമങ്ങൾ ഈ വീഡിയോ വ്യാജമായിരുന്നു, ബസ്സിൽ കയറി അച്ഛനെ കാണാത്തതുകൊണ്ട് ഉണ്ടായ പരിഭ്രാന്തിയിൽ നിലവിളിച്ചതാണ്, അത് മാത്രമാണ് എന്ന വസ്തുതയായിട്ട് ആരെങ്കിലും പറഞ്ഞില്ല. എന്നാൽ അത് വെച്ചിപ്പോ രാഷ്ട്രീയ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴെങ്കിലും ഈ മാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമല്ലേ? അവർ നടത്തിയ പ്രചരണത്തെ ഇങ്ങനെ നാട്ടിൽ ഒരു കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ ദുരുപയോഗിക്കുമ്പോൾ അതങ്ങനെ ആയിരുന്നില്ല ആ വീഡിയോ എന്ന് പറയേണ്ട ഉത്തരവാദിത്തമില്ലേ? എന്തുകൊണ്ടാണ് പറയാത്തതിന്റെ കാരണം ഇതൊരു കേന്ദ്രത്തിൽ നിന്ന് സൃഷ്ടിച്ച വാർത്തയാണ് എന്നതുകൊണ്ടാണ്. PR ഏജൻസി എങ്ങനെയൊക്കെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഇത്തരത്തിലുള്ള ധാരാളം ഒരുപക്ഷെ ഇത്രയും വലിയ മാനങ്ങളുള്ളതല്ലെങ്കിലും അല്ലാത്ത വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാജമോ അല്ലെങ്കിൽ അർദ്ധസത്യമോ ഒക്കെ ആയിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിനിപ്പോ ഉദ്ദേശിച്ചതുപോലെ കത്തിച്ചു നിർത്താൻ കഴിയാത്തത് കൊണ്ടാണോ ഇതിപ്പോ പ്രതിഷേധ ഭജനയിലേക്കൊക്കെ മാറുന്നു? അപ്പോൾ ദുർബലമാവുന്നു, തിരക്ക് കുറയുന്നതോടുകൂടി അതിന്റെ കനം കുറഞ്ഞു. അതെ, കാരണം സുവർണാവസരം തേടുന്നതാണ്. അപ്പൊ ശബരിമലയിൽ കാര്യങ്ങൾ നന്നായിട്ട് നടക്കുമ്പോൾ നിരാശപ്പെടുന്നവരാണ് കേരളത്തിലെ പ്രതിപക്ഷം. അതാണ്, കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കിട്ടിയാൽ അവർക്ക് ഒരു ലഡു പൊട്ടുകയാണ് മനസ്സിൽ. അതല്ലേ നമ്മൾ കാണുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം, ഒരു ബസ് കിട്ടാത്ത പ്രശ്നം വന്നാൽ തന്നെ ഒരു ലഡു പൊട്ടുകയാണ്. പിന്നെ അത് ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇപ്പോ ആളിക്കത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷെ അവരുദ്ദേശിച്ചതുപോലെ മുന്നോട്ട് പോകുന്നില്ല. പഴയ കാലമല്ലല്ലോ, കാര്യങ്ങളെല്ലാം ആളുകൾക്ക് മനസ്സിലാവും വേഗത്തിൽ എന്നതുകൊണ്ട്. ഇന്നിപ്പോ പത്രങ്ങളിലെ പ്രധാനപ്പെട്ട ലീഡുകൾ നമ്മളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ മനോരമയുടെ ലീഡ് ഈ രാജ്യത്തെ ഞെട്ടിച്ച പാർലമെന്റിൽ വൻ സുരക്ഷ, പുകയാക്രമണം എന്നുള്ളതാണ്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നിമിഷം വരെയും മഹുവ മൊയ്ത്രയെ രാജ്യസുരക്ഷയുടെ പേരിൽ കൂടിയാണ് പുറത്താക്കുന്നത്, അതും ID പാസ്വേഡും കൊടുത്തതിന്റെ പേരിൽ. പ്രതാപ് സിൻഹയാണ് ഈ അക്രമികൾക്ക് പാസ് കൊടുത്ത MP. പക്ഷെ ഇതൊരു BJP MP ആയി പോയി, പ്രതിപക്ഷത്തിനുള്ള MP അല്ല, പേരിലൊരു മുസ്ലിമും ഇല്ല. തീർച്ചയായിട്ടും ഈ പാസ് കൊടുത്ത ഒരാൾ ഒരു പ്രതിപക്ഷ MP ആയിരുന്നു എന്ന് കരുതുക. എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ. അയാൾ രാജ്യദ്രോഹിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇനി അതിന് പുറമെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട MP ആയിരുന്നു എന്ന് കരുതുക. എന്നാ പിന്നെ പറയാനുണ്ടോ? അപ്പൊ BJP MP ആണ് എന്നതുകൊണ്ട് ഇതിനെ ലഘൂകരിക്കാനുള്ള ശ്രമം ഇപ്പൊ നമ്മൾ കാണുകയാണ്. മാത്രമല്ല, പാർലമെന്റിൽ 10 വർഷം ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ ഇത് അവിശ്വസനീയമാണ്. വിമാനത്താവളത്തിലുള്ളതിനേക്കാൾ സുരക്ഷയാണ് സാധാരണ പാർലമെന്റിൽ ഉള്ളത്. പല ഘട്ടങ്ങളിലുള്ള സുരക്ഷാ പരിശോധനകളുണ്ട്. ഒരു കടലാസ് കഷ്ണമോ പേനയോ പോലും ഗാലറിയിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഒന്നിലധികം തവണ മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയുണ്ട്, ഒന്നിലധികം തവണ ശരീര പരിശോധനയുണ്ട്. ഏറ്റവും അവസാനം ഗാലറിയിലേക്ക് കയറുന്നതിന് മുമ്പ് കയ്യിലുള്ള എല്ലാം, പേപ്പർ ആണെങ്കിൽ പോലും അവിടെ ഏൽപ്പിച്ചിട്ട് വേണം പോവാൻ. കാരണം ഗാലറി കയറിയിരുന്ന് പേപ്പർ കീറി എറിയാൻ പാടില്ല എന്നതുകൊണ്ടാണ്. കടലാസ് കഷ്ണം കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥലത്ത് ഈ പുക ആക്രമണം നടത്താനുള്ള സാമഗ്രിയൊക്കെ സോക്സിൽ ഒളിപ്പിച്ച് കൊണ്ടുപോയി എന്നത് അങ്ങനെ ഉപ്പ് കൂട്ടാതെ വിഴുങ്ങാൻ പറ്റിയിട്ടുള്ളൊരു കാര്യമല്ല. ശരി, ഇനി മറ്റൊരു വാർത്തയിലൂടെ വന്നത് മനോരമയുടെ ആദ്യ പേജിലൊരു വാർത്ത. ഇന്നലെ UDFന് 17 സീറ്റ്, LDFന് 3 സീറ്റാണ് ഇപ്പോൾ അവരുടെ ഒരു പ്രീ പോളിൽ പ്രവചിച്ചിരിക്കുന്നത് എന്നതാണ്. കഴിഞ്ഞ തവണ 1 ആയിരുന്നു, പിന്നീട് കേരള കോൺഗ്രസ് വന്നപ്പോൾ 2 ആയി, ഇപ്പോൾ അത് 3 കിട്ടുന്നു. അതായത് UDFന്റെ കയ്യിലുള്ള 2 സീറ്റുകൾ നഷ്ടപ്പെടും. ഞാന് ഈ സർവേ കണക്കിലെടുക്കുന്നില്ല. ഇതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും, വളരെ മെച്ചപ്പെട്ടതായിരിക്കും LDFന് ഉണ്ടാവുന്ന വിജയം. മാത്രമല്ല, തെരഞ്ഞെടുപ്പിലേക്ക് ഇനിയും കുറച്ചുകൂടി സമയമുണ്ട്. ഈ സർവേ പ്രകാരമായിരുന്നെങ്കിൽ
ഇതേ ഏജൻസി നടത്തിയ സർവേ പ്രകാരമായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇവിടെ മന്ത്രി എന്ന നിലയിൽ ഇരിക്കില്ലായിരുന്നു, കേരള നിയമസഭയിൽ ഇരിക്കില്ല, പ്രതിപക്ഷത്തും ഇരിക്കില്ല. കാരണം 10,000 വോട്ടിന് പരാജയപ്പെടുന്നായിരുന്നു സർവേ. അല്ല, തൃത്താലയില് 32 LDF MLA മാർ പരാജയപ്പെടുമെന്നായിരുന്നു സർവേ. ഇപ്പൊ MM മണി പരാജയപ്പെടുന്നു പറഞ്ഞതാണ്, എത്ര വലിയ വോട്ടിന് പരാജയപ്പെടുന്നു പറഞ്ഞതാണ്. വലിയ വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. KK ശൈലജ കടുത്ത മത്സരം നേരിടുന്നു എന്നാണ്. ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയത് ശൈലജ ടീച്ചർക്കാണ്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓർക്കണം. അപ്പൊ അതുകൊണ്ട് അതിനധികം സമയം ഞാൻ പക്ഷേ പ്രീ പോളിനേക്കാൾ ഇന്നലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നിട്ടുണ്ട്. അവിടെ UDF വൻ മുന്നേറ്റമാണ് എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. UDF 17 ഇടങ്ങളിലാണ് 33. 17 ബാക്കി 16 UDF അല്ല എന്നും കൂടിയാണല്ലോ അതിനർത്ഥം. അതുകൂടിയാണ് അതിനർത്ഥം. പിന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് മിക്കപ്പോഴും പ്രാദേശികമായിട്ടുള്ള ഘടകങ്ങളുടെ ഒരു വാർഡിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിനിടയിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടന്നുണ്ട്. അതൊന്ന് പാലക്കാട് ജില്ലയിലാണ്. അവിടെ 10,000 വോട്ടിനാണ് LDF ജയിച്ചിട്ടുള്ളത്. ഒരു ജില്ലാ പഞ്ചായത്തിൽ അതാണ് രാഷ്ട്രീയമായിട്ട് വിധി എഴുതുന്ന സ്ഥലം. അവിടെ സ്ഥാനാർത്ഥിയല്ല നോക്കുന്നത്, മറ്റൊരു സ്ഥാനാർത്ഥിയാണ്, അയൽക്കാരനാണ്, കുടുംബ ബന്ധം ഉണ്ടാവും, സൗഹൃദങ്ങൾ ഉണ്ടാവും. ഇതിന്റെ എല്ലാം പേരിലായിരിക്കും ഓരോ വാർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പൊ വാർഡിനെ ഒരു രാഷ്ട്രീയ വിലയിരുത്തലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ജില്ലാ പഞ്ചായത്തിന്റെ ഫലം കുറച്ചുകൂടി പൊളിറ്റിക്കലാന്നുള്ളത് വ്യക്തം. കാരണം സ്ഥാനാർത്ഥി ആരാന്ന് നോക്കിയിട്ടല്ലല്ലോ അവിടെ വോട്ട് ചെയ്യുന്നത്, അവിടെ രാഷ്ട്രീയമായിട്ട് മാത്രമാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോ 10,000 വോട്ടിന് ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നതിനൊക്കെ വലിയ ഭൂരിപക്ഷം. ഇനി ഒരു കാര്യം കൂടി, ഇപ്പൊ ഗവർണറുടെ നോമിനേഷൻ വിവാദമായിട്ടുണ്ട്. ഇപ്പൊ ഗവർണർ SFI വിദ്യാർത്ഥികളുമായിട്ട് സമരം ചെയ്യാനായിട്ട് ഇറങ്ങുകയാണ്. ഗസ്റ്റ് ഹൌസിൽ നിന്ന് മാറി കാലിക്കറ്റ് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൌസിൽ വന്ന് താമസിക്കാൻ പോകുന്നു. അതിന് ഗവർണർ പറഞ്ഞിരിക്കുന്നത് ഒരു കൈ നോക്കാൻ പോവുകയാണ് എന്നാണ്. SFIയുമായിട്ട് ഈ SFIയുമായിട്ടൊക്കെ കൊമ്പ് കോർക്കേണ്ട ഒരാളാണോ ഗവർണർ? അതാണ് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം. ഗവർണർക്ക് ഒന്നുകിൽ അദ്ദേഹം വഹിക്കുന്ന പദവിയുടെ അന്തസ്സ് കാത്തു സൂക്ഷിക്കാനും പാലിക്കാനും കഴിയേണ്ടതാണ്. ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ മിനിമം അദ്ദേഹത്തിന്റെ പ്രായത്തിന്റെ പക്വതയും മിതത്വവുമെങ്കിലും കാണിക്കാൻ കഴിയേണ്ടതാണ്. ഇപ്പൊ നമ്മൾ ഒരു വിചിത്രമായ കാഴ്ച കേരളത്തിൽ കാണുകയാണ്. ഒരു ഗവർണർ നാട് മുഴുവൻ തെരുവിലിറങ്ങി നിന്ന് വെല്ലുവിളിക്കുകയാണ്, വാടാ എന്ന് വെല്ലുവിളിക്കുകയാണ്. ആ പ്രായമൊക്കെ അദ്ദേഹത്തിന് എന്നേ കഴിഞ്ഞില്ലേ? മാത്രമല്ല, അങ്ങനെ ഒരു പദവിയിലാണോ അദ്ദേഹം ഇരിക്കുന്നത്? തെരുവിലിറങ്ങി വെല്ലുവിളിക്കുന്ന ഗവർണർ, ക്രമസമാധാന പ്രശ്നമുണ്ടാക്കാൻ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവർണർ വലിയ ബാധ്യതയായിട്ട് മാറുകയാണ് കേരളത്തിന്. കുട്ടികളുടെ പ്രായമാണോ അദ്ദേഹത്തിനുള്ളത്? അദ്ദേഹം ആരെയാണ് ഈ വെല്ലുവിളിക്കുന്നത്? കൊച്ചു കുട്ടികളെയാണ് വെല്ലുവിളിക്കുന്നത്, വിദ്യാർത്ഥികളെയാണ്. നവകേരള വിമർശനം ഉന്നയിച്ചു. ഈ യാത്ര പരാതി സ്വീകരിക്കാൻ മാത്രമുള്ളതാണ്, ആ പരാതിയിൽ ഒന്നും നടക്കുന്നില്ലെന്നാണ് ഗവർണറുടെ ആക്ഷേപം. അത് ഗവർണർ അല്ലല്ലോ അതിൽ നടപടി സ്വീകരിക്കുന്നത്. നടപടി സ്വീകരിക്കുന്നത് ഗവൺമെന്റ് അല്ലേ നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഗവർണർ ഇപ്പൊ കേരളത്തിലെ സംയുക്ത പ്രതിപക്ഷത്തിന്റെ നേതാവാണ്. എന്നാൽ ഈ ഗവർണർ ചെയ്തത് എന്താ? അതിനെക്കുറിച്ച് ഇന്നലെ ഞാനൊരു പ്രധാന പത്രത്തിൽ 2 വാർത്തകൾ ഗവർണറെ കുറിച്ചുള്ളത് ഉള്ളിലാണ്. യഥാർത്ഥത്തിൽ ഒന്ന്, ഗവർണർക്ക് തിരിച്ചടി, സെനറ്റ് നോമിനേഷൻ ഹൈക്കോടതി സ്റ്റേ ചെയ്ത കാര്യം. അത് മുഖ്യമന്ത്രിക്കോ സർക്കാരിനോ ആയിരുന്നെങ്കിൽ എങ്ങനെയാവുമായിരുന്നു വരിക? കേരളത്തിൽ ഒന്നാമത്തെ പത്രത്തിൽ വരുമായിരുന്നു എങ്ങനെയായിരുന്നു? ഉള്ളിൽ വളരെ കഷ്ടപ്പെട്ടാൽ മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഗവർണർക്ക് തിരിച്ചടി. രണ്ടാമതൊരു വാർത്ത, ഗവർണർ തഴഞ്ഞത് കലാപ്രതിഭ ഉൾപ്പെടെയുള്ളവരെ എന്നാണ് വേറൊരു വാർത്ത. അപ്പോ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, സർവകലാശാല കലാപ്രതിഭ ഉൾപ്പെടെ അക്കാദമികവും അക്കാദമികേതരവുമായ മികച്ച യോഗ്യതകളുള്ളവരെ തഴയുന്നു. അതിനെതിരെയല്ലേ പ്രതിഷേധം? അങ്ങനെ ഒരു കൊലക്കേസിലെ പ്രതിയുടെ ഭാര്യയെ സർവകലാശാല സെനറ്റിലേക്ക് നോമിനേറ്റ് ചെയ്തിട്ട് ഗവർണർ തെരുവിലിറങ്ങി വെല്ലുവിളിക്കുകയാണ്, വാടാ എന്ന് വെല്ലുവിളിക്കുകയാണ്. ഗവർണർ സംയുക്ത പ്രതിപക്ഷത്തിന്റെ തലപ്പത്താണിരിക്കുന്നത്, നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ്. നേരത്തെ പി രാജീവ് MP പറഞ്ഞിരിക്കുന്നത് KSUവിന്റെ ABVP പ്രസിഡന്റ് ആവുന്നതാണ് ഗവർണർക്ക് നല്ലത്. ശ്രീ രാജൻ മിനിസ്റ്റർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിന്റെ ജനാധിപത്യ കേരളത്തിന്റെ ക്ഷമയെ പരീക്ഷിക്കരുത് എന്നതാണ്. നമ്മൾ ഈ പ്രഭാത വാർത്തയിൽ നമ്മളിനി മന്ത്രിമാർക്കൊപ്പം അവരുടെ പ്രതികരണങ്ങൾ ഓരോ വിഷയത്തിലും എടുക്കുന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇനി ഒരൊറ്റ കാര്യം കൂടി നമുക്ക് പറഞ്ഞത് അവസാനിപ്പിക്കാം. ഈ പത്രമൊക്കെ വായിക്കാനോ മറ്റു വായനയ്ക്കുള്ള സമയം ഈ യാത്രക്കിടെ കിട്ടുന്നുണ്ടോ? കാര്യമായി മറ്റു വായനയ്ക്കുള്ള സമയം കിട്ടുന്നില്ല. പത്രം വായിക്കുന്നതിന് കാരണം രാവിലെ നേരത്തെ ഇറങ്ങണം എന്നുള്ളതുകൊണ്ട് പത്രം രാവിലെ ഒന്ന് ഓടിച്ചു നോക്കും. പിന്നെ പത്രമെല്ലാം എടുത്ത് ബസ്സിൽ വയ്ക്കും. പിന്നെ ബസ്സിലിരുന്നാണ് വായിക്കുന്നത്. പിന്നെ വിശദമായിട്ട് ഉച്ചയ്ക്കുള്ള ഒരു കുറച്ച് സമയം ഇടവേള കിട്ടും. വളരെ വലിയ മിസ്സിംഗ് ആണ്, വളരെ വലിയ. കാരണം 10 വർഷം ഞാൻ പണ്ട് SFI ആയിരുന്ന കാലം മുതൽ വന്നിരുന്നതാണ്. അരുൺ എല്ലാം അറിയാവുന്നതാണല്ലോ. വർഷങ്ങളായിട്ട് വന്നുകൊണ്ടിരുന്നു. പിന്നെ 10 വർഷം അത് നഷ്ടപ്പെട്ടു. കാരണം പാർലമെന്റ് സമ്മേളനം ചേരുമ്പോഴാണ്
എപ്പോഴും ഡിസംബർ എന്ന് പറഞ്ഞാൽ ശൈത്യകാല സമ്മേളനം നടക്കുമ്പോഴാണ്. 10 വർഷം എനിക്ക് വരാനേ പറ്റിയിട്ടില്ല. MP അല്ലാതായ ശേഷം വീണ്ടും തുടർച്ചയായിട്ട് ഫിലിം ഫെസ്റ്റിവലിന് വന്നുകൊണ്ടിരുന്നു. സ്പീക്കറായിരിക്കുമ്പോൾ ഒക്കെ ധാരാളം സിനിമകൾ, 16 സിനിമയാണ് കഴിഞ്ഞ വർഷം ഞാൻ കണ്ടത്, കഴിഞ്ഞിട്ട് 30 വർഷം കണ്ടത്. കഴിഞ്ഞവണ് അത്രയും പറ്റിയില്ല, അപ്പോഴേക്കും മന്ത്രിയായി പോയിരുന്നതുകൊണ്ട്. എന്നാലും ധാരാളം സിനിമകൾ കണ്ടിരുന്നതാണ്. ഇത്തവണ അതൊരു വലിയ നഷ്ടമാണ്.